കൊടുങ്ങല്ലൂർ മോഹിച്ചെങ്കിലും ബി ഗോപാലകൃഷ്ണനെ ഗുരുവായൂർ സീറ്റ് നൽകാൻ BJP നിശ്ചയിച്ചു. ഇത് പാർട്ടിയുടെ നിശ്ചയത്തെക്കാൾ കൂടുതൽ കൊടുങ്ങല്ലൂരമ്മയുടെ നിശ്ചയമായിരിക്കും. അങ്ങനെ പറഞ്ഞു പരത്തണം, എന്നാലും ഇന്നത്തെ കാലത്ത് വില ഉണ്ടാവും. മനസ്സിലായ നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? ദൗത്യത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ തന്നെ ഗുരുവായൂരപ്പന്റെ മണ്ണ് വീണ്ടെടുക്കേണ്ട ദൗത്യമാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു വിവരം കെട്ടവനാണെന്ന്? ഞാൻ അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കാറില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ. അല്ല എവിടെ ഞങ്ങൾ പോകാതെ ഇരിക്കടോ, സുനാമി മുഖം വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? തൃശ്ശൂരിലാണ് എന്റെ തുടക്കം. എന്നിട്ട് ഡെക്കറേഷൻ കൂടുതൽ ഇല്ലാണ്ട് പറഞ്ഞാൽ പൊട്ടി. വലിയ തോതിലുള്ള വോട്ട് ഞാൻ എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 2014 ഞാൻ ലോക്സഭയിൽ മത്സരിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ ആദ്യത്തെ ആ എൻട്രി എന്തായി? വമ്പിച്ച ഭൂരിപക്ഷത്തിന് പൊട്ടി. 25,000 വോട്ടുണ്ടായിരുന്ന ചാലക്കുടി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ മത്സരിച്ചിട്ട് 1,40,40,000 വോട്ടാക്കി. ആ കാര്യം ഓർക്കുമ്പോ രോമാഞ്ചം. സത്യം പറഞ്ഞ ആശാന്റെ കഴി വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. 2016 തൃശ്ശൂർ അസംബ്ലിയിൽ തന്നെ വീണ്ടും മത്സരിച്ചു. എന്നിട്ടോന്നാ അവിടെയും പൊട്ടി. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? വിഷമില്ലേ? വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കിളക്കും. എന്നിട്ട് വിഷമം തിന്നില്ലെങ്കിൽ 2 പപ്പടം അങ്ങോട്ട് കാച്ചു. കൊല്ലൂരിലേക്ക് പോയി. ഇത് കഴിഞ്ഞില്ലേ? പരീക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുണ്ടോ ഒരാളെ പരീക്ഷിക്കല്? അല്ല, അതിന്റെ ഇടയ്ക്ക് നിങ്ങള് കോർപ്പറേഷനിൽ ഒരു കൈ നോക്കിയില്ലേ? കോർപ്പറേഷനിൽ മത്സരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിച്ചെന്ന് പറയാൻ പറ്റില്ല. ഉള്ളത് പറയാലോ, എനിക്ക് നേരിട്ട് സംസാരിക്കാൻ ഇത്തിരി വൈക്ലബ്യുണ്ട്. പിന്നെന്താ പറയാൻ പറ്റുവാന്നാ? തോറ്റു എന്ന് പറയാൻ പറ്റും. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഞാൻ ഉണ്ടാവും. ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി. BJPയുടെ വോട്ട് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയതിനേക്കാൾ ഒട്ടും കൂടുതലല്ല. ഒരു മാറ്റമില്ലല്ലോ. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? തവണ കോർപ്പറേഷൻ ഉള്ളിൽ കയറ്റാൻ അവർ എന്നെ അനുവദിച്ചിട്ടില്ലെങ്കിൽ കോർപ്പറേഷന്റെ വെളിയിൽ ഇനി ഇവർ യഥാവിധി സഞ്ചരിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല. പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. നമുക്ക് കാണാം. എന്താ എല്ലാം പറഞ്ഞാ? പറഞ്ഞു. അപ്പൊ പോണില്ലേ? തൃശ്ശൂർ കോർപ്പറേഷനിൽ പുറത്ത് ഞാൻ ഉണ്ടാവും, അകത്ത് കയറിയിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഭാവം മൊത്തം കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ആ ദൗത്യം കൊടുങ്ങല്ലൂർ അമ്മ എന്നെ ഏൽപ്പിച്ചെന്ന് തോന്നുന്നു. അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചതിന് തുല്യമാണ് അമ്മേ. അങ്ങനെ മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. ഗുരുവായൂരിലെത്തി. സാധാരണ സ്ഥാനാർത്ഥികൾ ഒരു മണ്ഡലത്തിൽ എത്തുമ്പോൾ എന്താ ചെയ്യാ? ഈ മണ്ഡലത്തിൽ ഭാവിയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ജനങ്ങളോട് പറയും. പക്ഷെ പുള്ളി ഇവിടെ എത്തി ഉടനെ തന്നെ വർഗീയത. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? അത് കളിച്ചത് മതിയായില്ലേ? പുതിയ ഇടപാട് എനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. സിമ്പിളല്ലേ? ഗുരുവായൂരിലെ ജനങ്ങള് ആളുകളുടെ മതം നോക്കി വോട്ട് ചെയ്യാത്തോണ്ട്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. 1980 ശേഷം ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ്. ആ ചോദ്യത്തിൽ എന്താണ് തെറ്റ്? നരകാസുരന് കുട്ടിച്ചാത്തൻ തോട്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. മോനും നേരെ നിന്നല്ലോ. നിന്നച്ചാ എക്സാമ്പിൾ ആയിട്ട് പറയണം. ഇനിയിപ്പോ നിങ്ങൾ അതിനെ ട്വിസ്റ്റ് ചെയ്യല്ലേ? ഇല്ല പറഞ്ഞോ. വാറ്റിക്കനില് മറ്റൊരു മതത്തിന്റെ ആരെങ്കിലും MP ആവാൻ പറ്റുമോ? അവിടെ സെനറ്റർ വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. അല്ലെങ്കിൽ മെക്കയില് ഒരു ഹിന്ദു ഒരു പബ്ലിക് റെപ്രസെന്റേറ്റീവ് ആവാൻ കഴിയോ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. എന്തറിയോ, നിങ്ങളിപ്പോ പറഞ്ഞൊക്കെ മതരാഷ്ട്രങ്ങളല്ലേ? ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമല്ലേ? അതുകൊണ്ട് മണ്ടൻ. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.